മക്കളെ, വെൽക്കം ടു CC Plus. എൻ്റെ പേര് ലെനീന. അപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിൽ നിലവിൽ 9ാം ക്ലാസ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ ഉണ്ടാവുമല്ലോ, ആ മക്കൾക്ക് വേണ്ടി ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ 9ാം ക്ലാസ് ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എക്സാം ഈ മാർച്ച് പകുതി ആകുമ്പോഴത്തേക്ക് എക്സാം കഴിയും. അത് കഴിഞ്ഞ് നിങ്ങൾ 10th കടക്കുകയാണ്. അപ്പൊ CBSE 10th എക്സാം, 10ാം ക്ലാസ് എക്സാം എന്ന് പറയുന്നത് ഒരു ബോർഡ് എക്സാം ആണ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് കൃത്യമായിട്ട് അത് എല്ലാ ടോപ്പിക്സും കൃത്യമായിട്ട് 8ഉം 9ഉം പഠിച്ചത് നല്ലോണം പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 10th കടക്കുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ് ഇത്രയാണ് സയൻസ് സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി പോകണം. ഇപ്പൊ കെമിസ്ട്രി ആണെങ്കിൽ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആ 4 ചാപ്റ്റേഴ്സിലും എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, ഇനി അതിലെങ്ങനെയൊക്കെ പഠിക്കണം, എത്ര ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പഠിക്കണം, എത്ര മാർക്ക് ഓരോ ചാപ്റ്റർ ഒന്ന് ചോദിക്കും എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് 9ാം ക്ലാസ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിപ്പോ തന്നെ തുടങ്ങണം അല്ലേ. 10th CBSE പഠിച്ച് തുടങ്ങുന്ന സമയത്ത് ഒരു യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കൃത്യമായിട്ട് കാണാൻ നോക്കുക. നമ്മൾ കെമിസ്ട്രിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി, 10th CBSE കെമിസ്ട്രിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം, അതിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നത് എന്നൊന്ന് ക്ലിയർ ആയിട്ട് നോക്കി പോവാം. ഓക്കെ, അപ്പോൾ 10th CBSE കെമിസ്ട്രി 4 ചാപ്റ്റേഴ്സ് ആണ് കെമിസ്ട്രിയിൽ നിന്ന് നമുക്ക് എക്സാമിന് വരുന്നത്. ഏതൊക്കെയാണ് 4 ചാപ്റ്റേഴ്സ്? ഫസ്റ്റ് ചാപ്റ്റർ ആണ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. സെക്കൻഡ് ചാപ്റ്റർ ആണ് ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസിൽ പറയുന്നത് കെമിസ്ട്രി ആണല്ലേ. അപ്പൊ കെമിക്കൽ ഇക്വേഷൻസ് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഇക്വേഷൻസിനെ പറ്റി, കെമിക്കൽ റിയാക്ഷൻസിനെ ഒക്കെ കുറച്ച് കോമൺ ആയിട്ട് പഠിപ്പിക്കുന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഇനി സെക്കൻഡ് ആണെങ്കിലോ ആസിഡ്, ബേസസ്, സോൾട്ട്. ആസിഡും ബേസസും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമുക്ക് ലോവർ ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഈ ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ടിനെ പറ്റിയാണ് സെക്കൻഡ് ചാപ്റ്റർ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് ആസിഡ്, എന്താണ് ബേസ്, എന്താണ് സോൾട്ട് എന്ന് പഠിച്ചു പോകുന്നുണ്ട്. അതേപോലെ തേർഡ് ചാപ്റ്ററിൽ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, നമുക്ക് ചുറ്റും കാണുന്ന സബ്സ്റ്റൻസിനൊക്കെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് മെറ്റൽസ്, എന്താണ് നോൺ മെറ്റൽസ്, അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, അത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇനി അടുത്തതാണെങ്കിലോ 4ാമത്തെ ചാപ്റ്റർ ആണ് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്റർ നമ്മളൊരു പുതുതായിട്ട് കുറച്ച്, നിങ്ങൾക്ക് ബാക്കി 3 ചാപ്റ്റേഴ്സ് ആണെങ്കിലും കുറച്ചെങ്കിലും മുന്നേ പഠിച്ചതൊരു കുറച്ചെങ്കിലും നമുക്കൊരു ഓർമ്മ ഉണ്ടാവും. പക്ഷേ ഈ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ പുതുതായിട്ട് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിൽ കാർബണിനെ പറ്റിയും അത് ഉണ്ടാക്കുന്ന കോമ്പൗണ്ടിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ടോട്ടൽ മാർക്ക്. കെമിസ്ട്രിയിൽ നിന്നും 10ാം ക്ലാസ് CBSE കെമിസ്ട്രിയിൽ നിന്നും ഫസ്റ്റ് ടോട്ടൽ മാർക്ക് എത്രയാണ്? 25 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. കെമിസ്ട്രിയിൽ നിന്നും ടോട്ടൽ 25 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഞാൻ ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി പോവാ. കറക്റ്റ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു വർഷം നടന്ന എക്സാമിന്റെ മാർക്ക് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് 6 മാർക്കാണ് ചോദിക്കുന്നത്. ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട് 4 to 5 മാർക്കാണ്. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് 8 to 10 മാർക്ക് വരെ ചോദിക്കാം. കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട് 6 to 8 മാർക്സ് ആണ്. അപ്പോൾ ഇത്രയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നിങ്ങൾ അത് നോക്കേണ്ട കാര്യമില്ല, നമ്മളിവിടെ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. കാരണം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കണ്ട എന്ന് പറയാൻ കാരണം നമുക്ക് കെമിസ്ട്രിയിൽ ആകെ 4 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. ഈ 4 ചാപ്റ്ററിലും നമുക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഓരോ പോർഷൻസും ഓരോ ലൈനും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ആ ഒരു റീജിയനിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരൂ. ടെക്സ്റ്റ് ബുക്കിലുള്ള കൺസെപ്റ്റ് മാത്രമേ നമുക്ക് എക്സാമിന് ചോദിക്കൂ. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് എല്ലാ ഭാഗവും ഈ 4 ചാപ്റ്ററിന്റെ ഓരോ കോർണേഴ്സും നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ ഓരോ ലൈൻസും നമ്മൾ അറിഞ്ഞിരിക്കണം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററിലൂടെയും കടന്നു പോകണം. എന്നാൽ നമുക്ക് ഈ ഒരു 25 മാർക്ക് എളുപ്പത്തിൽ നേടാൻ പറ്റും. അപ്പോൾ നല്ല ഈസി ചാപ്റ്റേഴ്സ് ആണ്, അധികം ടഫ് ഒന്നുമില്ല. കെമിസ്ട്രി വളരെ ഈസി ചാപ്റ്റേഴ്സ് ആണ്. പഠിച്ചു തുടങ്ങുമ്പോൾ വളരെ മനസ്സിലാക്കാനും എളുപ്പമാണ്. നല്ലൊരു എൻഗേജ് ആയി പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇത് 4. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ ഏതൊക്കെയാണ് ടോപ്പിക്സ് വരുന്നത് നോക്കാം. ഫസ്റ്റ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻ ആണല്ലേ ചാപ്റ്റർ. നമുക്കറിയാം കെമിക്കൽ റിയാക്ഷൻ എഴുതുന്നത് റൈറ്റിംഗ് കെമിക്കൽ ഇക്വേഷൻസ് ആണ് ഫസ്റ്റ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതുക എന്ന് പറയുമ്പോൾ A+B gives C, AB എന്ന റിയാക്ടൻസ് കൂടി ചേർന്ന് C എന്ന പ്രൊഡക്ട്സ് ആയിട്ട് മാറുന്നു. അപ്പൊ റിയാക്ടൻസ് ലെഫ്റ്റ് സൈഡിലും പ്രൊഡക്ട്സ് റൈറ്റ് സൈഡിലുമാണ് നമുക്കറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പഠിക്കും. അതിനുശേഷം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്.
കെമിക്കൽ ഇക്വേഷൻസ് എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് പഠിക്കുന്നുണ്ട്. ബാലൻസ് ചെയ്യുക, രണ്ട് സൈഡിലും മാസസ് തുല്യമാക്കുന്ന എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ് ആണ് പിന്നെ പഠിക്കാനുള്ളത്. അതിൽ കോമ്പിനേഷൻ റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻസിന്റെ ടൈപ്സ് ആണ്. ഇപ്പൊ റിയാക്ഷന്റെ ടൈപ്പ് എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ റിയാക്ഷൻസ്, ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണുള്ളത്. ഈ 4 റിയാക്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, മറ്റൊരു ടൈപ്സ് ഓഫ് റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷൻസ് മറ്റൊരു റിയാക്ഷന്റെ ടൈപ്പ് എന്നല്ല, ഓക്സിഡേഷനും റിഡക്ഷനും റിയാക്ഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അതും പഠിക്കാനുണ്ട്. ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ് എന്താണെന്ന് പഠിക്കാനുണ്ട്. കൂടാതെ കൊറോഷൻ ആൻഡ് റാൻസിഡിറ്റി എന്ന് പറയുന്ന ഒരു പോർഷനും ഇതിൽ തന്നെ വരുന്നുണ്ട്. കൊറോഷൻ ആൻഡ് റാൻസിഡിറ്റി. അപ്പൊ ഇത്രയാണ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻ എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിക്കാറുള്ളത്. ഇനി അടുത്ത ചാപ്റ്റർ നോക്കാം. ആസിഡ്സ് ആൻഡ് ബേസസ് ആണ് ചാപ്റ്റർ. ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട് ആണ് ചാപ്റ്റർ. അതിൻ്റെ അകത്ത് പേരിൽ തന്നെയുണ്ട്. ഫസ്റ്റ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സിനെയാണ് നമ്മൾ പഠിക്കുന്നത്. ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ചുറ്റുള്ള സബ്സ്റ്റൻസ്, ഇപ്പോൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അസിഡിക് സ്വഭാവം ഉള്ളവയുണ്ടാവും, അതേപോലെ ബേസിക് സ്വഭാവം കാണിക്കുന്നവയുണ്ടാവും. അപ്പോൾ ഫുഡ് ഐറ്റംസിൽ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കയ്യിൽ ഒരു ചായ കിട്ടി, ഈ ചായ അസിഡിക് പ്രോപ്പർട്ടി ആണോ ബേസിക് പ്രോപ്പർട്ടി ആണോ കാണിക്കുന്നത് നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ആസിഡ് ആണോ ബേസ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് പിന്നീട് പഠിക്കാനുണ്ട്. കെമിക്കൽ പ്രോപ്പർട്ടീസ്, ആസിഡ്സിന്റെയും ബേസസിന്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കണം. pH സ്കെയിൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. pH സ്കെയിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അത് ഈ ഒരു ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത്, ആസിഡും ബേസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സ്കെയിലാണ് pH സ്കെയിൽ. അസിഡിറ്റി അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്കെയിലാണ്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് pH ഇൻ എവറിഡേ ലൈഫ്. അപ്പൊ pH നമ്മുടെ എവറിഡേ ലൈഫായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ pH വാല്യൂ, ഓരോ സബ്സ്റ്റൻസിന്റെയും pH വാല്യൂ കണക്കാക്കുന്നതൊക്കെ ഉണ്ട്. സോൾട്ട് ആൻഡ് ദെയർ പ്രിപ്പറേഷൻസ്, അടുത്തതായിട്ട് ആസിഡും ബേസും കഴിഞ്ഞാൽ പിന്നെ സോൾട്ട്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ സോൾട്ട്സ് എന്ന് പറയുമ്പോൾ ചില ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില സോൾട്ട്സ് ഉണ്ട്. ആ സോൾട്ട്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബ്ലീച്ചിങ് പൗഡറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ബ്ലീച്ചിങ് പൗഡർ. നെക്സ്റ്റ്, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എന്താണെന്ന് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിന്റെ യൂസസ് എന്തൊക്കെയാണ്. ഈ 4 സോൾട്ട് ആണെങ്കിലും യൂസസ് എവിടെയൊക്കെയാണ്, എങ്ങനെയാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് വഴി എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. നെക്സ്റ്റ്, വാഷിംഗ് സോഡ ഉണ്ട്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഈ 4 സോൾട്ട്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ബ്ലീച്ചിങ് പൗഡർ, ബേക്കിംഗ് സോഡ, വാഷിംഗ് സോഡ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട് എന്ന ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ആണെങ്കിൽ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആണ്. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് 8ാം ക്ലാസ്സിൽ 8th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? 8ാം ക്ലാസ്സിലെ മെറ്റീരിയൽസ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൻ്റെ അകത്ത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ചില കെമിക്കൽ പ്രോപ്പർട്ടീസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് പഠിക്കുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അത് കഴിഞ്ഞ് കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാനുണ്ട്. നെക്സ്റ്റ്, റിയാക്ടിവിറ്റി സീരീസ്. മെറ്റൽസിന് റിയാക്ടിവിറ്റി കുറയുന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീരീസ് ആണ് റിയാക്ടിവിറ്റി സീരീസ്. അപ്പൊ റിയാക്ടിവിറ്റി സീരീസ് നോക്കാനുണ്ട്. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന കോപ്പർ ആണെങ്കിലും ഏതൊരു മെറ്റൽ ആണെങ്കിലും അത് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്. അങ്ങനെ കുഴിച്ചെടുക്കുന്ന മെറ്റൽസ് ഒക്കെ മണ്ണിനോട് ചേർന്നിട്ടും അല്ലെങ്കിൽ പല കോമ്പൗണ്ട്സിന്റെ ഫോമിലാണ് ഉണ്ടാവുക. അതിനെ ശുദ്ധീകരിച്ച് ശുദ്ധലോഹമായി, പ്യുവർ മെറ്റലായി നമുക്ക് കിട്ടുന്ന പ്രോസസ്സാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സ് പഠിക്കാനുണ്ട്. ഓരോ മെറ്റൽസും എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്, പ്യുവർ മെറ്റലായിട്ട് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്. ഇപ്പൊ കൊറോഷൻ ആൻഡ് പ്രിവെൻഷൻ മറ്റൊരു ടോപ്പിക്കാണ്. അപ്പൊ ഈ ലാസ്റ്റ് കുറെ മെറ്റൽസ് നമുക്കറിയാം കൊറോഡ് ചെയ്യും. ഈ ഇരുമ്പ് തുരുമ്പിക്കുക എന്ന് പറയില്ലേ, റസ്റ്റിംഗ് ഓഫ് അയൺ. അതേപോലെ റസ്റ്റിംഗ് ഓഫ് അയൺ നടക്കുന്നത് അതൊരു കൊറോഷൻ എക്സാമ്പിൾ ആണ്. അങ്ങനെ ചില മെറ്റൽസും അത് കൊറോഷൻ എന്താണ്, അതിന്റെ റീസൺ, അതിന്റെ പ്രിവെൻഷൻ എങ്ങനെയാണ്, അതൊക്കെയാണ് കൊറോഷൻ ആൻഡ് പ്രിവെൻഷനിൽ നോക്കുന്നത്. നെക്സ്റ്റ്, അയോണിക് കോമ്പൗണ്ട്സും ഈ ഒരു ടോപ്പിക്കിൽ തന്നെ ജസ്റ്റ് പറയുന്നുണ്ട്. എന്താണ് അയോണിക് കോമ്പൗണ്ട്സ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ, എങ്ങനെയാണ് അയോണിക് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത് എന്നൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്റർ ആണ്. 4ാമത്തെ ചാപ്റ്റർ ആണ്, ലാസ്റ്റ് ചാപ്റ്റർ ആണല്ലേ കെമിസ്ട്രിയിലെ. കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സിൽ
കോവലന്റ് ബോണ്ടിങ്ങിനെ പറ്റിയാണ് ഫസ്റ്റ് പഠിക്കുന്നത്. അപ്പൊ അയോണിക് ബോണ്ടിങ് എന്ന് പറയുമ്പോൾ അയോണിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന ബോണ്ടാണ്. അതേപോലെ കോവലന്റ് ബോണ്ട് എന്താണെന്നും അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നൊക്കെ ഫസ്റ്റ് പഠിക്കും. നെക്സ്റ്റ് വേഴ്സറ്റൈൽ നേച്ചർ ഓഫ് കാർബണിന്റെ വേഴ്സറ്റൈൽ നേച്ചർ. എന്തുകൊണ്ടാണ് കാർബൺ ഒരു എലമെന്റ് ആയ കാർബണിന്റെ പേരിൽ മാത്രം ഒരു ചാപ്റ്റർ തന്നെ, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ? അതിന്റെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവില്ലേ? അപ്പൊ ഒരു ചാപ്റ്റർ തന്നെ ഇങ്ങനെ പഠിക്കാനുണ്ടെങ്കിൽ ആ കാർബൺ അത്രയും അധികം കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. കാർബൺ ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സ് അത്രയും വലുതാണ്, അത്രയും അധികം മില്യൺസ് ഓഫ് കോമ്പൗണ്ട്സ് കാർബൺ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് അതിന്റെ വേഴ്സറ്റൈൽ നേച്ചർ ഓഫ് കാർബൺ. എന്താണ് അതിന്റെ റീസൺ? അതിന്റെ വേഴ്സറ്റൈൽ നേച്ചറിന് കാരണം എന്താണ്? അതൊക്കെയാണ് വേഴ്സറ്റൈൽ നേച്ചർ ഓഫ് കാർബണിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് ഹൈഡ്രോ കാർബൺ. ഹൈഡ്രജനും കാർബണും അടങ്ങിയ കോമ്പൗണ്ട്സ് ആണ് ഹൈഡ്രോ കാർബൺ. അപ്പൊ ഹൈഡ്രോ കാർബണിനെ പറ്റി നോക്കും. ഹോമോലോഗസ് സീരീസ് എന്താണെന്ന് നോക്കാനുണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്താണ്? ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ടൈം പഠിക്കുകയാണ് അല്ലെ? അപ്പൊ ഹോമോലോഗസ് സീരീസിനെ കുറിച്ച് പറയുന്നുണ്ട്, കാർബൺ റിലേറ്റ് ചെയ്തിട്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്താണെന്ന് പറയാനുണ്ട്. നോമൻക്ലേച്ചർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സിന് എങ്ങനെ പേര് കൊടുക്കാം അതും പഠിക്കാനുണ്ട്. കാർബൺ കോമ്പൗണ്ട്സിന് പേര് കൊടുക്കുന്നത് എത്തനോൾ ആൻഡ് എത്തനോയിക് ആസിഡ്. അപ്പൊ രണ്ട് കോമ്പൗണ്ട്സ് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള രണ്ട് കോമ്പൗണ്ട്സ് ആണ് എത്തനോൾ ആൻഡ് എത്തനോയിക് ആസിഡ്. ആസിഡും മറ്റേതൊന്ന് ആൽക്കഹോളും ആണ്. അപ്പൊ ഈ രണ്ട് കോമ്പൗണ്ട്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. എന്താണ് സോപ്പും ഡിറ്റർജൻസും തമ്മിലുള്ള ഡിഫറൻസ്? അതെങ്ങനെയാണ് നമ്മൾ ക്ലെൻസിങ് ആക്ഷൻ നടത്തുന്നത്? ഈ സോപ്പ് ആണെങ്കിലും ഡിറ്റർജന്റ് ആണെങ്കിലും എങ്ങനെയാണ് ക്ലെൻസിങ് ആക്ഷൻ നടത്തുന്നത് എന്നൊക്കെയാണ് ഈ ഒരു ലാസ്റ്റ് സോപ്പ് ആൻഡ് ഡിറ്റർജൻസ് എന്നുള്ള ഭാഗത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയാണ് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ 4 ചാപ്റ്റർ ആണ് കെമിസ്ട്രിയിലുള്ളത്. 4 ചാപ്റ്റർ നമ്മളിപ്പോ എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഓരോ ചാപ്റ്ററിൽ നിന്നും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞതുപോലെ 25 മാർക്കാണ് ഈ കെമിസ്ട്രിയിൽ നിന്ന് മാത്രം 25 മാർക്കിനാണല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ ആ ഒരു 25 മാർക്ക് കൃത്യമായിട്ട് നമ്മൾ നേടിയെടുക്കണമെങ്കിൽ ഈ ചാപ്റ്റർ ഒക്കെ പഠിക്കുന്ന സമയത്തെ ഫസ്റ്റ് മുതലേ എല്ലാ ആക്ടിവിറ്റീസും ടെക്സ്റ്റ് ബുക്കിൽ ധാരാളം ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ടാവും. ആക്ടിവിറ്റീസിലൂടെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത് കെമിസ്ട്രി. അപ്പൊ ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് പഠിക്കണം. കാരണം ബോർഡ് എക്സാമിനായാലും എല്ലാ എക്സാമിനും ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ട് ധാരാളം ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ ഓരോ ആക്ടിവിറ്റീസും കൃത്യമായിട്ട് ചെയ്തു പോവണം, പഠിച്ചു പോവണം. അപ്പൊ ആക്ടിവിറ്റീസ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ കൂടെ കൺസെപ്റ്റ് പഠിച്ചു പോകും. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ലൈനും കൃത്യമായിട്ട് പഠിക്കുക, ഓരോ ഭാഗവും കൃത്യമായിട്ട് പഠിച്ചു പോകണം. അപ്പൊ എന്നാൽ നമുക്ക് നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ 10ാം ക്ലാസ്സിലേക്ക് കടക്കുകയാണല്ലേ നിങ്ങൾ. അപ്പൊ 10ലേക്ക് കടക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ പഠിച്ചു പോയാൽ ലാസ്റ്റ് സമയത്ത് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ഫസ്റ്റ് തന്നെ കൃത്യമായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും ക്ലിയർ ആയിട്ട് നോക്കി പോവാൻ ശ്രമിക്കുക. അപ്പൊ 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ ഇവിടെ ട്യൂഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ 10ാം ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാം. അപ്പൊ 10ലേക്ക് വേണ്ടി ഓരോ സബ്ജക്റ്റിനും 1-to-1 ട്യൂഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ബാച്ച് വൈസ് ട്യൂഷൻ ആണെങ്കിലും ഇവിടെ CC+ നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പൊ 1-to-1 ട്യൂഷൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാച്ച് വൈസ് ട്യൂഷനാണ് ചേരാൻ താല്പര്യമെങ്കിൽ അങ്ങനെ. അപ്പൊ ഇവിടത്തേക്ക് CC+ലേക്ക് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9496949929 ആണ്. അപ്പൊ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കറിയാം 5 മുതൽ 10 വരെ ഏതൊരു ക്ലാസ് ആണെങ്കിലും 5 to 10 CBSE ഏത് ക്ലാസ് ആണെങ്കിലും ഇവിടെ ട്യൂഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ 5 മുതൽ 10 വരെയുള്ള ഏത് ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് നിങ്ങൾക്ക് ടഫാണ്, അങ്ങനെയാണെങ്കിൽ 1-to-1 ട്യൂഷൻ ഓപ്റ്റ് ചെയ്യാം അല്ലെ? അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിനും വേണമെങ്കിൽ അങ്ങനെ ഓപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ബാച്ച് വൈസ് ക്ലാസ്സസ് ആണ് ആവശ്യമെങ്കിൽ, ജസ്റ്റ് പഠിച്ചു പോകണം, ഓരോ ടോപ്പിക്കും മനസ്സിലാക്കണം എന്നാണെങ്കിൽ ബാച്ച് വൈസ് ക്ലാസ്സസ് ആണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പൊ ഏത് ക്ലാസ്സസ് ആണ് നിങ്ങളുടെ ഏത് ക്ലാസ്സസ് ആണോ താല്പര്യം അതിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ട്യൂഷൻ ആവശ്യമാണെങ്കിൽ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക, ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്